നോമിന്റെ നോട്ടം, നോമിന്റെ കണക്ക് കൂട്ടലുകൾ അവൻ അള്ളാഹുവിന്റെ പ്രകാശത്തിൽ കൂടി നോക്കുന്നവനാണ്. 125ഓളം വർഷങ്ങൾക്ക് മുമ്പ് സമസ്തയിലെ കേരളത്തിലെ ആലിമീങ്ങൾ, കേരളത്തിലെ ഔലിയാക്കൾ ഒരു കാലെ കൂട്ടിക്കണ്ടു. അത് ഇതാണ്, ഇവിടെ ഇങ്ങനെയൊന്നൊരു കൂട്ടമുണ്ടെങ്കിൽ, ഈ നബിദിനത്തെ ആഘോഷിക്കുവാൻ നമുക്കിത് സാധിക്കുന്നുവെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ആ ബർക്കത്തിന്റെ ആലിമീങ്ങളുടെ ആ നോട്ടമായിരുന്നു. ആ സമസ്തയിലേക്ക് നിങ്ങളെ ഞാൻ ഓരോരുത്തരെയും സമസ്തയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു, സമസ്തയിലേക്ക് ക്ഷണിക്കുന്നു സഹോദരന്മാരെ. രണ്ടാമതായിട്ട് സമസ്തയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 വയസ്സ് മുതൽ എത്ര വയസ്സെന്നില്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ്, കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഞങ്ങൾ പരിപാടികൾ അറേഞ്ച് ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പ്രത്യേകം ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നു. ഇന്നിവിടെ പ്രത്യേകമായിട്ടൊരു പുതിയ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളിലെ സിലബസ് വളരെ ടൈറ്റ് ആയത് കാരണം ഒരുപാട് കുട്ടികൾ 12-13 വയസ്സാകുമ്പോൾ മദ്രസ പഠനം നിർത്തുകയും ഒരു 5-6 വർഷം +2 പാസ്സാവുന്നത് വരെ ഒരു 5ഓളം വർഷം കുട്ടികൾ ഹോളിഡേയ്സിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ബഹ്റൈനിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഭവിഷ്യത്ത് പിന്നീടാണ് നമ്മൾ അനുഭവിക്കുക. അല്ലാഹ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. 4-5 വർഷം മുന്ന് പുതിയ ഈ അടുത്ത കാലത്തായിട്ട് സംഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണിത്. 13-14 വയസ്സിന് ശേഷം കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ഫ്രം മദ്രസയിൽ നിന്നും അവരില്ലാതാവുന്നു. അങ്ങനെ +2 പാസ്സാവുന്നത് വരെ ഒരു 5ഓളം വർഷം യാതൊരു വിധമായ ദീനി ഇർഷാദുകളും ആ സമയത്താണ് ഒരുപാട് പഠിപ്പിക്കുവാനുള്ളത്. അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കുട്ടികൾ, മാതാപിതാക്കൾ ഇന്ന് സങ്കടപ്പെടുന്നുമുണ്ട്. നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ മക്കളെ ഒരാഴ്ചയിൽ 2 ആഴ്ചയിൽ സ്കൂളിലെ സിലബസ് ഭയങ്കര ടൈറ്റാണ്. നമ്മുടെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ പഠിപ്പിച്ച് എഞ്ചിനീയർമാരായിട്ട്, ഡോക്ടറായിട്ട്, മുസ്ലിം അവൻ എത്തിപ്പെടാത്ത ആകാശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഇന്ന് എത്തിപ്പെടാത്ത മേഖലകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി എന്ന് വിശ്വസിക്കുന്ന ആ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളാണ് നമ്മളെ മക്കളെ നല്ലതുപോലെ പഠിപ്പിച്ചെടുക്കണം. പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു, മാതാപിതാക്കൾ 10th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് മദ്രസയിൽ നിന്നും ഡ്രോപ്പായ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരാഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു മദ്രസയിൽ ഒരു വിഷയത്തെ കുറിച്ച് അവൻ പഠിപ്പിക്കുന്ന രീതിയിൽ മാതാപിതാക്കൾ സമസ്തയുടെ ആളുകളെ അപേക്ഷിച്ച് ചെന്ന് കണ്ട് അത് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ചുരുക്കി പറയുകയാണ് സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടികൾ നബിയോടുള്ള സ്നേഹത്തോടു കൂടി നിങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്. ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുകയാണ്. ഒരു കുട്ടി 8ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ആവുമ്പോഴേക്കും മദ്രസയിൽ നിന്നും അവൻ ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ അവൾ ഇല്ലാതാവുന്നു. 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 14 വയസ്സ് അവൻ ബുലൂഗാവുന്ന സമയം, ഒരുപാട് മെച്ചൂറായ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്ന സമയത്താണ് അവൻ മദ്രസയിൽ നിന്നും വിടുന്നത്. 9, 10, 11, 12 മിനിമം 4 years അവനിക്ക് മദ്രസയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെള്ളിയും ശനിയും ദിവസങ്ങളിൽ അലഞ്ഞു തിരിയുന്നു. ഈ 4 വർഷമാണ് അവനെ അദബ് പഠിപ്പിക്കുവാനുള്ള സമയം. മെച്ചൂറായപ്പോഴാണ് പുറത്തുപോയത്. എന്ത് സംഭവിക്കും? എന്നിട്ട് +2 പാസ്സായിട്ട് കോളേജുകളിൽ പോകുന്നു. 3 വർഷമോ 4 വർഷമോ കഴിയുമ്പോഴേക്കും ഈ ബിക്കംസ് എൻ എഞ്ചിനീയർ, ഒരു എഞ്ചിനീയർ ആയിട്ട് വരുന്നു. അന്ന് മാതാപിതാക്കൾ ആ മകനോട് സംസാരിക്കുമ്പോൾ, ആ മകന്റെ പ്രതികരണം കേൾക്കുമ്പോൾ അതായത് സ്തംഭിച്ചു പോകുന്നു. കാരണം കുട്ടിയിൽ നിന്നും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ മനസ്സിലാക്കി കുട്ടി പൊട്ടനെ പോലെ നടക്കുന്നത് കൊണ്ട് കുട്ടി അറിവാളിയാണെന്നില്ല. കുട്ടിക്ക് ആ സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തില്ല. ഒരുപാട് വിഷയങ്ങൾ പ്രാക്ടിക്കലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലായാലും സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കൾ 8, 9 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും മദ്രസകളിൽ ചെന്ന് ഒരു ആഴ്ചയിൽ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതിന് കഴിവുള്ള ആലിമീങ്ങളെ വെച്ചുകൊണ്ട് ക്ലാസുകൾ എടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണമെന്ന് വിനീതനായിട്ട് അപേക്ഷിക്കുന്നു. അല്ലാഹു തആല തൗഫീഖിനെ തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കാരണമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. എന്നാൽ ആ പ്രവാചകനെ